ഹലോ ഫ്രണ്ട്സ്, ടെക്നിക് മലയാളത്തിലെ മറ്റൊരു അൺബോക്സിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ടെക്നോൻ്റെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണാണ് ടെക്നോ പോവ കർവ് 5G. അപ്പോൾ ഇതിൻ്റെ പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ അറൌണ്ട് 15,999 ബേസ് വേരിയൻ്റെ വില. അതിനൊപ്പം തന്നെ മറ്റൊരു വേരിയൻ്റ് ഉണ്ട് 16,000 റുപ്പീസ്, 16,999 ഇതിൻ്റെ വില വരുന്നത്. അപ്പോൾ അങ്ങനെ രണ്ട് വേരിയൻ്റാണ് അവൈലബിൾ ആവുന്നത്. എന്തൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം തന്നെ നമ്മൾ വിശദമായി പറയാം. അപ്പോൾ ടെക്നോ പോവ കർവ് 5G, അപ്പോൾ ഈ അടുത്ത് ഇറങ്ങിയ ടെക്നോ ഫോൺസ് എല്ലാം വളരെ നല്ല ഫോൺസ് ആയിരുന്നു. ഇൻഫാക്ട് അവർ നല്ല ക്യാമറാസും അത്യാവശ്യം നല്ല ക്വാളിറ്റിയും അതേപോലെ ഓഫ്ലൈൻ അവൈലബിലിറ്റി ഒക്കെയാണ് ടെക്നോൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ ഒരു ഡിവൈസ് രണ്ടുമാണ്, ഓഫ്ലൈനും ഓൺലൈനുമാണ്. ബേസ് വേരിയൻ്റ് ഓൺലൈനും അതിനൊപ്പം തന്നെ അതിൻ്റെ ടോപ്പ് ആൻഡ് വേരിയൻറ്റ് ഓഫ്ലൈനുമാണ് അവൈലബിൾ ആവുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് പറയാം. അതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക, അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് അൺബോക്സിങ് ചെയ്യാം. അൺബോക്സിങ് ചെയ്തിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാം. അപ്പോൾ ഇതാണ് ടെക്നോ പോവ കർവ് 5Gൻ്റെ ബോക്സ് പാക്കേജ്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ഡിസൈൻ തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് ഇതിൽ കാണാം. വളരെ സ്റ്റൈലിഷ് ലുക്കിംഗ് ഡിവൈസാണ് പോവ കർവ് 5G പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഡിവൈസിൻ്റെ ബാക്കിൽ നമുക്ക് എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് നോക്കാം. ബോക്സിൻ്റെ ബാക്കിൽ കൊടുത്തിരിക്കുന്നത് 144 Hz കർവ്ഡ് AMOLED ഡിസ്പ്ലേ, AI ഇന്ത്യൻ ലാംഗ്വേജ് സപ്പോർട്ട്. എല്ലാ AI എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ AI അതിനകത്ത് ഇന്ത്യൻ ലാംഗ്വേജ് സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ 7.45 mm അൾട്രാ സ്ലിം ബോഡി, പിന്നെ 5500 mAh ബാറ്ററി, 7300 ഡിമെൻസിറ്റി പ്രോസസ്സർ. പിന്നെ ബാക്കി എല്ലാ ഡീറ്റെയിൽസ് ഉണ്ട്. സോണി ക്യാമറ, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ, NFC ഉണ്ട്, 45 വാട്ട് ചാർജിങ് ഉണ്ട്, ഡോൾബി അറ്റ്മോസ് ഉണ്ട്, IP64 റേറ്റിംഗ് ഉണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും തന്നെ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ബോക്സ് തുറക്കാം. ഈ കളർ നമുക്ക് കിട്ടിയിരിക്കുന്നത് മാജിക് സിൽവർ ആണ്, 8128 ആണ്. ഇതേപോലെ 6128 വേരിയൻറ്റും കൂടെ ഉണ്ട്. അപ്പോൾ ബോക്സ് തുറക്കുമ്പോൾ തന്നെ പോവ കർവ് 5G ചെയ്ത് കാണാം. നോ നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. പിന്നെ അതേപോലെ 7.45 mm അൾട്രാ സ്ലിം ബോഡി, 5500 mAh ബാറ്ററി, 144 Hz റിഫ്രഷ് റേറ്റ്, കർവ്ഡ് AMOLED ആണ്. പിന്നെ ബാക്കി എല്ലാ ഡീറ്റെയിൽസും കാണാം. അപ്പോൾ നമുക്ക് ഫോണൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ബാക്കി എന്തൊക്കെയാണ് ബോക്സിനകത്ത് വരുന്ന നോക്കാം. അപ്പോൾ ടെക്നോൻ്റെ യൂസർ മാനുവലാണ്, 12 months വാറൻറ്റീൻ്റെ കാർഡും കാണാം. പിന്നെ ഇവിടെ ഇറ്റ്സ് എ പോവ എന്ന് പറഞ്ഞിട്ടൊരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കിട്ടുന്നത് ഒരു കേസാണ്, TPU കേസാണ്, സ്റ്റാൻഡേർഡ് TPU കേസാണ്. പിന്നെ ഒരു 45 വാട്ടിൻ്റെ അഡാപ്റ്ററാണ് കണ്ടില്ലേ, 45 വാട്ട് അഡാപ്റ്ററും പിന്നെ ഒരു ചാർജിങ് കേബിളുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് ടെക്നോ പോവ കർവ് 5G. അപ്പോൾ നമ്മൾ ഫോൺ പുറത്തേക്ക് എടുക്കുമ്പോൾ തന്നെ ആ ഒരു സ്റ്റൈലിഷ് ഡിവൈസ് കണ്ടില്ലേ, വളരെ സ്ലിം ആണ്. അതേപോലെ തന്നെ നമുക്കിവിടെ അറൗണ്ട് 7.45 mm ഉള്ളൂ തിക്നെസ് വരുന്നത്, 188 grams ആണ്. അതുകൊണ്ട് തന്നെ ലൈറ്റ് വെയിറ്റ് ആണ്. പിന്നെ നമുക്ക് ഇതൊരു പ്ലാസ്റ്റിക് ബോഡിയാണ്, എന്നാലും വളരെ സ്റ്റൈലിഷ് ലുക്കിംഗ് ആണ്. ക്യാമറ യൂണിറ്റ് ഉണ്ട്, പ്രൈമറി ക്യാമറ, വലിയൊരു സർക്കിൾ, പിന്നെ ഡെപ്ത് സെൻസർ, പിന്നെ LED ഫ്ലാഷ് ആണ്, കർവ് 5G എന്നുള്ള ബ്രാൻഡിങ് ആണ്. പിന്നെ ഇവിടെയൊക്കെ കുറച്ചൊരു ബ്രാൻഡിങ് ഉണ്ട്, ഇവിടെ ഒരു കട്ട് പോലെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഇതിനകത്തുള്ള പ്രിന്റ് ആണ്. പിന്നെ ഇവിടെ നമുക്ക് NFC-ൻ്റെ ഒരു ടാഗ് കാണാം, അതേപോലെ പോവാൻ്റെ ബ്രാൻഡിങ് കാണാം. ഇവിടെ ഒരു ഓറഞ്ച് ആക്സെന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ട് തന്നെ വളരെ സ്റ്റൈലിഷ് ലുക്കിംഗ് ഡിവൈസ് ആണെന്നുള്ളതിൽ ഒരു സംശയമില്ല. അപ്പോൾ ഇതുണ്ടല്ലേ, നല്ലൊരു സ്റ്റൈലിഷ് ലുക്കിംഗ് ഡിവൈസാണ്. പിന്നെ ഇവിടെ നമുക്ക് NFC സപ്പോർട്ട് ഉണ്ട്, അതേപോലെ തന്നെ USB Type-C പോർട്ടും സ്പീക്കർ യൂണിറ്റും സിം ട്രേഡ് വരുന്നത്. ഇതിനകത്ത് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും ഇൻക്ലൂഡ് ആണ്. അപ്പോൾ ഡിസൈൻ ലാംഗ്വേജ് നല്ലതാണ്. 4 സൈഡ് കർവ്ഡ് ആണ് കണ്ടില്ല, 2 സൈഡ് ഇവിടെ ബാക്കിൽ സൈഡും ഫ്രണ്ട് സൈഡും കർവ്ഡ് ആണ്. പിന്നെ ഫ്രണ്ട് സൈഡിൻ്റെ കാര്യം പറയുന്നത് ഇവിടെ ഒരു പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. വളരെ ഒരു സ്റ്റൈലിഷ് ഫോം ഫാക്ടറും ഇൻഹാൻഡ് ഫീല് നല്ലതാണ് കണ്ടില്ലേ, വളരെ സ്റ്റൈലിഷ് ലുക്കിംഗ് ഡിവൈസ് ആണെന്ന് ഡെഫിനറ്റ്ലി നമുക്ക് പറയാം. പിന്നെ ഫ്രണ്ട് പാനൽ ഡിസൈൻ നോക്കുകയാണെങ്കിൽ കണ്ടില്ലേ, ബെസൽസ് വളരെ മിനിമലായിട്ടാണ് കൊടുത്തത്. ഇൻഫാക്ട് ഓൾമോസ്റ്റ് ലൈക്ക് യൂണിഫോം ബെസൽസ് പോലെ കൊടുത്തിരിക്കുന്നത്. അതും വളരെ നല്ലൊരു ഭംഗിയുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ പഞ്ച് ഹോൾ സെൽഫി ക്യാമറയും ഓവറോൾ ഒരു ഇൻഹാൻഡ് എക്സ്പീരിയൻസ് വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇതാണ് ഡിസൈൻ ലാംഗ്വേജ്, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. IP64 റേറ്റിംഗും ഇൻക്ലൂഡഡ് ആണ്. ഇനി ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 144 Hz റിഫ്രഷ് റേറ്റുള്ള AMOLED ഡിസ്പ്ലേ, ഫുൾ HD റെസൊല്യൂഷൻ ആണ്. അതേപോലെ 1300 nits ഓഫ് പീക്ക് ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. 6.78 inches ആണ് സ്ക്രീൻ സൈസ് വരുന്നത്. അപ്പോൾ നല്ല ടച്ച് റെസ്പോൺസ് ആണ്, വളരെ സ്മൂത്ത് റിഫ്രഷ് റേറ്റ് ആണ്. ഇനി നമുക്ക് റിഫ്രഷ് റേറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തരാം. ഡിസ്പ്ലേ സെറ്റിങ്സ് പോയി കഴിഞ്ഞാൽ ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ്, ഇവിടെ നമുക്ക് റിഫ്രഷ് റേറ്റ് ഹൈ 144 Hz വെച്ചിരിക്കുകയാണ് അല്ലേ, 140 അല്ലെങ്കിൽ ഓട്ടോ സ്വിച്ചിങ് വേണ്ടി വെക്കാം. വളരെ സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ്. ഡിസ്പ്ലേ കളേഴ്സും വളരെ സ്റ്റൈലിഷ് ലുക്കിംഗ് ആണെന്ന് പറയും. നല്ല റിച്ച് ടോൺസ് ആണ്. നമ്മൾ മൂവീസൊക്കെ വാച്ച് ചെയ്യുമ്പോൾ നല്ല സ്റ്റൈലിഷ് ലുക്കിംഗ് ആയിട്ട് കളേഴ്സ് വരുന്നത്. അപ്പോൾ അത് നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്. പ്രത്യേകിച്ച് കർവ് ഡിസ്പ്ലേയും നല്ലൊരു ബ്രൈറ്റ് ഡിസ്പ്ലേയും കൂടിയാണ് വരുന്നത്. അപ്പോൾ മൂവീസൊക്കെ വാച്ച് ചെയ്യാൻ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ടെക്നോ പോവ കർവ് 5G നൽകുന്നത്. ഇനി സോഫ്റ്റ്വെയറിലേക്ക് പോകാം. സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത്
ഹൈ ഒ എസ് ആണ്. ഇത് ടെക്നോന്റെ കസ്റ്റം ഒ എസ് ആണ് വരുന്നത്. കസ്റ്റം UI എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ നമുക്ക് എബൌട്ട് ഫോൺ എന്ന് എടുക്കാം. ഹൈ ഒ എസ് 15 ആണ്, 15.1 ആണ്. 120GB സ്റ്റോറേജുമാണ് വരുന്നത്. 8GB റാമാണ് വരുന്നത്. നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ റാം മെമ്മറി ഫ്യൂഷൻ വഴി. ഇനി സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് പറയുക, ഈ ഒരു തീം, ഇതൊരു തീമാണ്. ആക്ച്വലി തീം വളരെ നല്ലൊരു തീമാണ്, നല്ല ഒരു അനുയോജ്യമായ തീം എന്ന് പറയാം. പിന്നെ നോട്ടിഫിക്കേഷൻ ടോഗിൾസ് ആണെങ്കിൽ വളരെ നല്ലൊരു സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് വരുന്നത്. പിന്നെ സെറ്റിംഗ്സ് പാനലിൽ പോയി കഴിഞ്ഞാലും കണ്ടില്ലേ, എല്ലാം തന്നെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ടെക്നോ AI ഇതിനകത്ത് എല്ലാ വോയിസ്, അതിനകത്ത് നമുക്ക് മൾട്ടിപ്പിൾ ലാംഗ്വേജസ്, ഇന്ത്യൻ ലാംഗ്വേജ് സപ്പോർട്ടഡ് ആണ്. പിന്നെ കോൾ അസിസ്റ്റന്റ് ഉണ്ട്, ട്രാൻസ്ലേഷൻ അസിസ്റ്റന്റ്, സോഷ്യൽ അസിസ്റ്റന്റ്, റൈറ്റിംഗ് അസിസ്റ്റന്റ്, റെക്കോർഡ് സമ്മറി, വാൾപേപ്പർ ജനറേറ്റർ, അങ്ങനെ ഒരുപാട് AI ഫീച്ചേഴ്സ് ലോഡഡ് ആണ് ഈ ഡിവൈസിൽ. അപ്പോൾ നല്ലൊരു AI ഓപ്ഷൻ ഇതിനകത്തുണ്ട്. പിന്നെ വാൾപേപ്പർ ആൻഡ് കസ്റ്റമൈസേഷൻ നമുക്ക് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ കസ്റ്റമൈസ് ചെയ്യാം. അതല്ലേ, ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ട്. അതേപോലെ തീംസ്, വാൾപേപ്പേഴ്സ്, ഫോൺസ്, അങ്ങനെ എല്ലാം തന്നെ കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് റെഗുലർലി കിട്ടുന്ന എല്ലാ ഫംഗ്ഷൻസും ഇവിടെ ഉണ്ട്. സ്പെഷ്യൽ ഫംഗ്ഷൻസ് പോയി കഴിഞ്ഞാൽ ഡൈനാമിക് പോർട്ട്, ഫ്ലോട്ടിംഗ് വിൻഡോസ്, സ്പ്ലിറ്റ് സ്ക്രീൻ, സ്മാർട്ട് പാനൽ, ഔട്ട്ഡോർ ബൂസ്റ്റർ, ഗെയിം മോഡ്, ഇങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ ഉണ്ട്. അപ്പോൾ നല്ലൊരു UI എക്സ്പീരിയൻസ് ആണ്. ഇനി ബ്രോഡ്വേസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അഡീഷണൽ ആയിട്ട് ബ്രോഡ്വേസ് കാര്യമായ ഒന്നും ഇല്ല. ഫേസ്ബുക്ക് ഇൻസ്റ്റാൾഡ് ആണ്. പിന്നെ ചെറിയ രീതിയിൽ ആപ്സ് ഉണ്ട്. പിന്നെ പാം സ്റ്റോർ, മൈ ഹെൽത്ത്, അധികം ബ്ലോട്ട്വേസ് ഒന്നുമില്ല. എല്ലാം ഓൾമോസ്റ്റ് എല്ലാം ടെക്നോൻ്റെ ആപ്സ് ആണ്. ചില ആപ്സ് പ്രീ ഇൻസ്റ്റാൾഡ് ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. കാരണം ഒരു 4-5 ആപ്സ് പ്രോബ്ലി ഉണ്ടാവും. എന്നാലും വളരെ ക്ലീൻ ആണ് എനിക്ക് തോന്നി. കാര്യമായ ബ്ലോട്ട്വേസ് ഒന്നും സ്റ്റഫ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ വേറെ പ്രത്യേകത. പിന്നെ നല്ലൊരു UI റെസ്പോൺസ് ആട്ടോ, നല്ലൊരു UI റെസ്പോൺസ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് സൈക്കിളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ആൻഡ്രോയിഡ് അപ്ഡേറ്റും 2 ഇയർ ഓഫ് സെക്യൂരിറ്റി പാച്ചുമാണ്. അതായത് ആൻഡ്രോയിഡ് 16 കിട്ടും, 2 വർഷം സെക്യൂരിറ്റി പാച്ചാണ്. പ്രോബ്ലി എനിക്ക് തോന്നുന്നു അതൊരു 2 വർഷമാക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതാണ് എനിക്ക് തോന്നിയ ഒരു പോരായ്മ. ബാക്കിയെല്ലാം കൊണ്ട് തന്നെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് വളരെ മികച്ചതായിട്ട് എനിക്ക് തോന്നി ടെക്നോ പോവ കർവ് 5Gൻ്റെ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡിസൈൻ ലാംഗ്വേജ് പറഞ്ഞു, വളരെ സ്റ്റൈലിഷ് ലുക്കിംഗ് ഡിവൈസ് ആണെന്ന് പറഞ്ഞു. അതേപോലെ ഡിസ്പ്ലേ ക്വാളിറ്റിനെ കുറിച്ച് പറഞ്ഞു, സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും പറഞ്ഞു. ഇനി നമ്മൾ ഇതിനകത്ത് പെർഫോമൻസ് ആണ് പോകുന്നത്. അപ്പോൾ പെർഫോമൻസിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് Dimensity 7300 ചിപ്പാണ് വരുന്നത്. അഗെയിൻ Dimensity 7300 ഒരുപാട് ഡിവൈസസിൽ വന്ന ഒരു ചിപ്പാണ്. നല്ല സോളിഡ് പെർഫോമൻസ് ആണ് ഈ ഒരു പ്രൈസ് സെഗ്മെന്റ്. അതായത് 15,000 to 20,000 നല്ല സോളിഡ് പെർഫോമൻസ് വരുന്ന ഒരു ചിപ്പാണ്. അറൌണ്ട് 6.5 lakhs ഒക്കെയാണ് ആൻഡ്രോയിഡ് സ്കോർ വരുന്നത്. അതുകൂടാണ്ട് തന്നെ ഇതിനകത്ത് 8GB റാമും 6GB റാമും 2 വേരിയന്റ് ആണ്. രണ്ടിലും തന്നെ 128GB സ്റ്റോറേജ് ആണ് വരുന്നത്. LPDDR5 റാം ആണ് കൊടുത്തിരിക്കുന്നത്. ഡെഫിനറ്റ്ലി നല്ലൊരു അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഓവറോൾ പെർഫോമൻസിന്റെ കാര്യത്തിൽ എനിക്ക് ലാഗോ ഇഷ്യൂസ് ഒന്നുമില്ല. ഒരു 15,000 അല്ലെങ്കിൽ 16,000 റുപ്പീസ് വില വരുന്ന ഒരു ഫോണിന് വേണ്ട നല്ലൊരു പെർഫോമൻസ് ആണ്. ലാഗോ അങ്ങനത്തെ ഇഷ്യൂസ്, ഹിക്കപ്സോ ഒന്നും തന്നെ നോട്ടീസ് ചെയ്യില്ല. വളരെ സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ്. അപ്പം ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. പെർഫോമൻസിന്റെ കാര്യം വരുമ്പോൾ Dimensity 7300 നേരത്തെ പറഞ്ഞ പോലെ ഒരു ട്രസ്റ്റഡ് ചിപ്പാണെന്ന് പറയാം ഈ ഒരു പ്രൈസ് സെഗ്മെന്റ്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കൂടെ കിട്ടുന്നുണ്ട്. പിന്നെ LPDDR5 റാമുമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് വരുന്നത് നമുക്ക് ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് വരുന്നത്. അതിനൊപ്പം തന്നെ ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഡെഫിനറ്റ്ലി നല്ലൊരു അക്സെപ്റ്റബിൾ കാര്യമാണ്. പിന്നെ എല്ലാ 5G ബാൻഡ്സും സപ്പോർട്ടഡ് ആണ്. 5G ഞാൻ ടെസ്റ്റ് ചെയ്തിട്ട് എനിക്ക് ഇഷ്യൂസ് ഒന്നും തന്നെ നോട്ടീസ് ചെയ്തില്ല. ഞാൻ എയർടെലിൻ്റെയും ജിയോൻ്റെയും 5G ടെസ്റ്റ് ചെയ്തത് നല്ല സിഗ്നൽ സ്ട്രെങ്ത് ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിലും ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറാണ് കൊടുത്തിരിക്കുന്നത്. അതും ഡെഫിനറ്റ്ലി ഒരു അക്സെപ്റ്റബിൾ കാര്യമാണ്. കാരണം ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ നമുക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ കിട്ടുന്നുണ്ടെന്നുള്ളത് ഡെഫിനറ്റ്ലി നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ സോഫ്റ്റ്വെയറും ഹാർഡ്വെയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇനി നമുക്ക് ക്യാമറയിലോട്ട് പോകാം. ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു 64 മെഗാപിക്സൽ സോണി IMX682 സെൻസറാണ് വരുന്നത്. എഗെയിൻ പിന്നെ ഒരു ഡെപ്ത് സെൻസറേ ഉള്ളൂ. പിന്നെ 13 മെഗാപിക്സൽ AI സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ക്യാമറയുടെ ഹാർഡ്വെയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. ഇനി നമുക്ക് ക്യാമറ UIയിൽ പറയുകയാണെങ്കിൽ 4K 30fps ബൂത്ത് റിയർ ആൻഡ് ഫ്രണ്ട് ക്യാമറ ഉണ്ട്. അത് ഡെഫിനറ്റ്ലി നല്ലൊരു വെൽക്കം മൂവാണ്. കാരണം 4K 30fps ഈവൻ സെൽഫി ക്യാമറയിലും വളരെ ചുരുക്കം ഫോൺസിനെ ഈ പ്രൈസ് സെഗ്മെന്റിലുള്ളൂ. അപ്പോൾ അത് ആക്സെപ്റ്റബിൾ ആണ്. ഡെഫിനറ്റ്ലി അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. 4K 30fps റിയറും ഫ്രണ്ട് ക്യാമറയിലും അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് കിട്ടുന്ന എല്ലാ റെഗുലർ മോഡ്സും അവൈലബിൾ ആണ്. ക്യാമറ സാമ്പിൾസ് നമുക്കൊന്ന് കാണാം. ഇതാണ് ടെക്നോ പോവ കർവ് 5G എടുത്ത ക്യാമറ സാമ്പിൾസ്. ഡെഫിനറ്റ്ലി നല്ലതാണെന്ന് പറയാം. കാരണം നല്ലൊരു ക്വാളിറ്റി ഒക്കെ ഉണ്ട്. ഒരു 15,000 to 20,000 പ്രൈസ് സെഗ്മെന്റിൽ വേണ്ട ഒരു എല്ലാ ക്വാളിറ്റിയും ഈ ഫോട്ടോസിൽ കാണാൻ സാധിക്കും. നല്ലൊരു ക്വാളിറ്റിയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. ഇതൊക്കെയാണ് ഞാൻ എടുത്ത ഫോട്ടോസ്. ഇത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്. എനിക്ക് നല്ല ഒരു ക്യാമറ സെറ്റപ്പ് ആയിട്ടാണ് തോന്നിയത്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു ക്യാമറയാണ് ടെക്നോ പോവ കർവ് 5G ഓഫർ ചെയ്തിരിക്കുന്നത്.
ഇനി ബാറ്ററിയിലോട്ട് വരാം. 5500 mAh ബാറ്ററി കുഴപ്പമില്ലാത്തൊരു കപ്പാസിറ്റിയാണ്. അതുകൂടാണ്ട് തന്നെ 45 വാട്ട് ചാർജിങ് ആണ് വരുന്നത്. വളരെ സ്ലിം ഫോം ഫാക്ടറാണ്. അപ്പോൾ 5500 mAh കപ്പാസിറ്റി ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. 45 വാട്ട് ചാർജർ ഉണ്ട്, അതും കുഴപ്പമില്ല. കാരണം ഈ പ്രൈസ് സെഗ്മെന്റിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ചാർജിങ് സ്പീഡൊക്കെ കിട്ടും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ 45 വാട്ട് ചാർജിങ്ങും 5500 mAh ബാറ്ററിയും. ഇനീഷ്യൽ നമ്മുടെ ബാറ്ററി ടെസ്റ്റിംഗിൽ എനിക്ക് കുഴപ്പം തോന്നിയില്ല. നല്ലൊരു ബാറ്ററി ബാക്കപ്പ് ഒക്കെ കിട്ടുന്നുണ്ട്. എഗെയിൻ Dimensity 7300 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെർഫോമൻസ് മാത്രമല്ല നല്ലൊരു ഒപ്റ്റിമൈസേഷനും ഉണ്ട്. പിന്നെ ഇതിനകത്തുള്ള iOS-ഉം ഓവറോൾ നല്ലൊരു ഒപ്റ്റിമൈസേഷൻ എനിക്ക് തോന്നി. നല്ല ഒരു ബാറ്ററി എക്സ്പീരിയൻസ് നമുക്ക് ഇതിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു അൺബോക്സിങ് എക്സ്പീരിയൻസ് ടെക്നോ പോവ കർവ് 5Gൻ്റെ. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നല്ലൊരു ഡിസൈൻ ലാംഗ്വേജ് ആണ് കൊടുത്തിരിക്കുന്നത്. വളരെ സ്റ്റൈലിഷ് ലുക്കിംഗ് ഡിവൈസാണ്, വളരെ സ്ലിം ചാസിയാണ്. അതേപോലെ തന്നെ നല്ല ഡിസ്പ്ലേ ക്വാളിറ്റിയാണ്. സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നല്ലതാണ്. iOS എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇംപ്രൂവ്ഡ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ് വരുന്നത്. പെർഫോമൻസിൻ്റെ കാര്യത്തിലും കുഴപ്പമില്ല, ക്യാമറേൻ്റെ കാര്യത്തിലും കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല, നല്ല ക്യാമറയാണ്. പിന്നെ LPDDR5 റാമും തന്നിട്ടുണ്ട്. UFS 2.2 ഉള്ളൂ, അത് കുഴപ്പമില്ല. ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ 15,000 rupees UFS 2.2 പിന്നെ ആക്സെപ്റ്റബിൾ ആണെന്ന് പറയാം. പിന്നെ രണ്ടാമത്തത് കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാറ്ററി ലൈഫും കുഴപ്പമില്ല. എന്നാൽ എനിക്ക് ബാറ്ററി കപ്പാസിറ്റി കുറച്ചും കൂടെ നൽകാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് സൈക്കിളും 1 year അപ്ഡേറ്റ് സൈക്കിളും Android 16 അപ്ഡേറ്റ് ഉണ്ടാവും. പിന്നെ 2 വർഷത്തെ സെക്യൂരിറ്റി പാച്ചും മാത്രമേ പറഞ്ഞുള്ളൂ. അതും 2 years മിനിമം വേണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അത് മാത്രമേ ഉള്ളൂ എനിക്ക് ഇതിനകത്തുള്ള പോരായ്മ തോന്നിയത്. ബാക്കി എല്ലാം കൊണ്ടും തന്നെ നല്ലൊരു ഡിവൈസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇതായിരുന്നു ടെക്നോ പോവ കർവ് 5Gൻ്റെ അൺബോക്സിംഗ് ഹാൻഡ്സ് ഓൺ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഇതിൻ്റെ വില 6128 വേരിയൻറ്റ്, അതായത് 6 GB റാം, 120 GB സ്റ്റോറേജ് വേരിയൻറ്റ്, 15,999 8128, അതായത് ഓഫ്ലൈൻ അവൈലബിൾ ആവുന്ന 8128-ന് 16,999 ആണ് ഇതിൻ്റെ പ്രൈസിങ് വരുന്നത്. അതേപോലെ നോ കോസ്റ്റ് EMI ഓഫേഴ്സ് ഉണ്ട്. അതുകൂടാണ്ട് തന്നെ പ്രീ ബുക്കിംഗ് ഓപ്പൺ ആണ്. അപ്പോൾ പ്രീ ബുക്കിംഗ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് എന്താ പറയുക ഓഫേഴ്സൊക്കെ ബ്രാൻഡ് നൽകുന്നുണ്ട്. അപ്പോൾ ബ്രാൻഡ് നൽകിയ ഡീറ്റെയിൽസിൽ ഇതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു റോയൽ എൻഫീൽഡ് വിൻ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതിനൊപ്പം തന്നെ ഒരു സ്റ്റൈലിഷ് സ്കൂട്ടർ ഉണ്ട്, ആമസോൺ വൗച്ചേഴ്സ് ഉണ്ട്, ഫ്രീ സ്ക്രീൻ റീപ്ലേസ്മെൻറ്റ് ഉണ്ട്. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ബ്രാൻഡ് ഓഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രീ ബുക്കിംഗ് പേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് കിട്ടും. പ്രീ ബുക്കിംഗ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഡിവൈസ് ലോഞ്ച് ചെയ്യുമ്പോൾ തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ടെക്നോ പോവ കർവ് 5Gൻ്റെ അൺബോക്സിംഗ് ഹാൻഡ്സ് ഓൺ വീഡിയോ ആണ് നിങ്ങൾ കണ്ടത്. ഇതേപോലത്തെ കൂടുതൽ ടെക് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.